ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഞാൻ എവിടെ ഉള്ളതെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലേ, കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എവിടെ ഉള്ളതെന്ന്. നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതേ മഴ ഉണ്ടെങ്കിലും നമ്മുടെ SM സ്ട്രീറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? അപ്പോൾ SM സ്ട്രീറ്റിൽ എപ്പോഴും ആളുകൾ ഉണ്ടാവും കേട്ടോ. ഒരു ദിവസം പോലും SM സ്ട്രീറ്റ് ഒഴിഞ്ഞു കിടക്കുമോ അല്ലെങ്കിൽ ഒരു 100 ആൾക്കാരിൽ കുറവുള്ള സമയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ SM സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാനൊരു 6:45 ആയിട്ടുണ്ട് കേട്ടോ SM സ്ട്രീറ്റിൽ എത്താൻ. നല്ല മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മഴ ചെറുതായിട്ട് പൊടിയുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ വരുന്ന സമയത്തൊക്കെ നല്ല അത്യാവശ്യത്തിനുള്ള മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതേ കോയിനിക്കോ ബസാറിൽ എത്തിയിട്ടുണ്ട്. കോയിനിക്കോ ബസാർ പോയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്രൈഡലിൻ്റെ ബ്ലൗസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലൗസ് അവർ അവിടെയായിരുന്നു, ട്രെൻഡിലായിരുന്നു കൊടുത്തിരുന്നത്. അപ്പം ഞാൻ അവിടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ അതൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ വർക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ, അരി വർക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. വലിയ വർക്കൊന്നുമില്ല, കുഞ്ഞു വർക്കാണ്. അപ്പോൾ അത് വാങ്ങി ഇപ്പോൾ അതേ ലച്ചുമൊക്കെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ബോസിന് പച്ച, മഞ്ഞ, നീല അങ്ങനത്തെ ഒന്നും പറ്റില്ല ഗൈസ്, പിങ്ക് തന്നെ വേണം. അപ്പോൾ പിങ്ക് ഡ്രസ്സ് ഒന്ന് വാങ്ങി, ഡ്രസ്സില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതേ ചെരുപ്പ് വാങ്ങി, ഏട്ടനൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതേ അടിപൊളിയാണ് കേട്ടോ. ഒരു മഴ, കുഞ്ഞു മഴയോ അല്ലെങ്കിൽ ഒരു ചാറിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലൈമറ്റൊക്കെ അപ്പോൾ നല്ല രസമാട്ടോ ബൈക്കിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. നല്ലൊരു വൈബാണ് ടൗണിൽ കൂടി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഞാൻ വാങ്ങിയ സാധനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ബ്ലൗസ് വർക്ക് ചെയ്യാനുള്ള ബ്ലൗസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഗമ്മ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗമ്മേ ഉള്ളൂ കേട്ടോ. ഞാൻ എല്ലാ ആവശ്യത്തിനും ഇപ്പോൾ ഈ ഗമ്മനെ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഗമ്മ് വേഗം വേഗം കഴിയുന്നുണ്ട്. പിന്നെ ഇതേ ഹാഫ് പേൾ വാങ്ങിയിട്ടുണ്ട്, അത് ഗോൾഡൻ കളറാണ്. പിന്നെ ഇത് വേറൊരു ആവശ്യത്തിന് വാങ്ങിയതാണ് കേട്ടോ. ഒരു ബാഗ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പം അത് ഒരു റെഫറൻസ് കണ്ടിട്ട് അത് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതേ കുറച്ച് ബീഡ്സ് വാങ്ങി. ഈ ബീഡ്സ് ആണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. കുറച്ച് സാധനം ആവശ്യം വന്നിട്ടുള്ളൂ, കാരണം അവർ കുഞ്ഞു വർക്ക് അതിനെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബ്ലൗസ്, ഇതാണ് ഫസ്റ്റ് സാരി. 2 സാരി ഉണ്ട്. അപ്പം ഇത് ഫസ്റ്റ് സാരിയാണ്. ഇതിനാണ് കുറച്ചുകൂടി വർക്കുള്ളത്. മറ്റേ എന്തെങ്കിലും ലൈൻസോ കാര്യങ്ങളോ വെച്ചാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഇത് സെക്കൻഡ് സാരിയാണ്. ഈ 2 സാരിയാണ് ഉള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഒരു കുഞ്ഞു ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഒരു സാധനം കളക്ട് ചെയ്യാൻ പോയി, പിന്നെ കുറച്ച് കുഞ്ഞു സാധനങ്ങൾ വാങ്ങി, അത്രേ ഉള്ളൂ. ഇതിൽ മോളെ പിങ്ക് ചെരുപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.